ഭീകരവാദം അവസാനിക്കുന്നതുവരെ വിശ്രമിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. പഹൽഗാം ആക്രമണത്തിന് തക്കതായ മറുപടി നൽകും. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ല. ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നു. मैं सभी आतंक फैलाने वालों को कहना चाहता हूं कि लड़ाई का अंत नहीं है, एक मकाम है. हर व्यक्ति को चुन चुन कर जवाब भी मिलेगा, जवाब भी लिया. इस देश की इंच इंच भूमि पर से आतंकवाद को मूल समेत उखाड़ने का हमारा संकल्प है और वो सिद्ध होकर रहेगा. പാക് സേനയുടെയും ഭീകരരുടെയും തുടർച്ചയായ പ്രകോപനങ്ങളിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള കപ്പൽ ഗതാഗതവും പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസും നിർത്തിവെക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത്. അതിർത്തിയിൽ പാക് സേനയുടെ പ്രകോപനത്തിന് സുരക്ഷാ സേന കനത്ത തിരിച്ചടി കൊടുത്തു. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. അതേപോലെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് എക്സത്തുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ചർച്ച നടത്തി. പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ കേന്ദ്രമെന്ന് രാജ്നാഥ് സിംഗ് ചർച്ചയിൽ തറപ്പിച്ചു പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരും. അതുപോലെ ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചതോടെ അന്താരാഷ്ട്ര പിന്തുണ പാകിസ്ഥാൻ തേടി അലഞ്ഞു നടക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്ന് വരെ പാക് അംബാസിഡർ റിസ്വാൻ സയ്യിദ് ഷാ ആവശ്യപ്പെട്ടു. ഭീകരവാദത്തിനെതിരെ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് അമേരിക്ക പറയുന്നു. അതുപോലെ ഇന്ത്യയുടെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി അമേരിക്കയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എന്താണ് ബൽറാം? എസ് കെ എൻ, ജമ്മു കശ്മീരിൽ ഇപ്പോഴും ആ സംഘർഷ സാഹചര്യം തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായുള്ള പ്രകോപനം അതിർത്തികളിൽ ഉണ്ടാകുന്നു. എല്ലാ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നു. ഇതിനെതിരെ കർശനമായ താക്കീത് ഇന്ത്യ നൽകിയതാണെങ്കിൽ പോലും അത് ആവർത്തിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, തുടർ നടപടികൾ എന്ത് എന്നത് സംബന്ധിച്ച് സൈനിക തലത്തിൽ ആലോചന നടന്നിട്ടുണ്ട്. ഇനിയൊരു പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടി തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യൻ സൈന്യം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രികളിൽ തുടർച്ചയായി 7 രാത്രികളിലുണ്ടായ പാക് പ്രകോപനത്തിനും തുല്യമായ തിരിച്ചടി ആയിരുന്നു ഇന്ത്യൻ സൈന്യം നൽകിയിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് അത്തരത്തിലായിരിക്കില്ല. കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കും, സൈന്യം കടക്കും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് പാകിസ്ഥാന് ഇന്നലെ നടന്ന DGMO തല ചർച്ചയിൽ നൽകിയിരിക്കുന്നത്. അത് പ്രാവർത്തികമാക്കാൻ തന്നെയാണ് സൈനിക തലത്തിലുള്ള തീരുമാനവും. അതേസമയം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ ഭീകരർക്ക് കൂടുതൽ പ്രാദേശിക സഹായം നേരത്തെ കണക്കാക്കിയതിനപ്പുറത്തേക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നു എന്നാണ് ഈ നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത് പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും. അതുകൊണ്ട് തന്നെ അത് അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ, ഈ ഭീകരരെ പിടികൂടാൻ വൈകുന്നതിന് തന്നെ കാരണങ്ങളിൽ ഒന്ന് അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അമർച്ച ചെയ്യാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. ഏതാണ്ട് 2500ഓളം പേരെ ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതിൽ ഈ ഭീകരവാദികളുമായി ചേർന്ന് നേരിട്ട് തന്നെ പ്രവർത്തിച്ചവർ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ, ഇവരുടെ പേരോ വിശദാംശങ്ങളോ അടക്കമുള്ളവ ഇതുവരെയും ജമ്മുകശ്മീർ പോലീസോ സുരക്ഷാ ഏജൻസികളോ പങ്കുവച്ചിട്ടില്ല. 14 പേരുടെ പട്ടിക മാത്രമാണ് നേരത്തെ പുറത്തുവിട്ടത്. അത് പിടികൂടാനുള്ള ഭീകരവാദികളാണ്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആളുകൾ, ഇവരുമായി നിരന്തര സമ്പർക്കത്തിലുള്ള ഭീകരവാദ സഹായത്തിനായി പ്രവർത്തിച്ച ആളുകളുടേത് അടക്കമുള്ള ചോദ്യം ചെയ്യലിനായി നിലവിൽ വിളിച്ച് വരുത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇത്തരം നടപടികൾ ജമ്മു കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നു. അതിനിടെയാണ് അതിർത്തിയിൽ സൈന്യം സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുക, ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനം ഇപ്പോൾ ഗുജറാത്ത് തീരത്ത്, ഗുജറാത്തിൽ നിന്നും 85 നോട്ടിക്കൽ മൈൽ അകലെ തുടരുകയാണ്. പാകിസ്ഥാന്റെ നാവികസേനയും
സമീപത്തായി തന്നെ നാവികാഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തുടർന്ന് എപ്പോൾ എങ്ങനെ എന്ത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു അന്തിമ മറുപടി ഡൽഹിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ എന്തിനും സജ്ജമാണ് സൈന്യം എന്നാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മുഴുവൻ തയ്യാറെടുപ്പുകളും അതിർത്തി മേഖലകളിൽ പൂർത്തിയായിരിക്കുന്നു. അതിന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഉത്തരം മാത്രം കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.